നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ ലഹരിക്കടിമ. പ്രാഥമിക പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി. അഫാൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. കൊല നടത്തിയ പ്രതി ഒറ്റയ്ക്കെന്ന് പോലീസ്. അഫാന്റെ കൊലപാതക യാത്രയുടെ ദൃശ്യങ്ങൾ ജനം TVക്ക്. കൊലയ്ക്ക് പിന്നിൽ പ്രണയവും പണവും. അഫാൻ വീട്ടിൽ നിരന്തരം പണം ചോദിച്ചിരുന്നുവെന്ന ബന്ധുക്കൾ. അരുംകൊലകളിൽ നടുക്കം വിട്ടുമാറാറ് നാട്ടുകാർ. പോയപ്പോണ് ഈ കൊച്ചുമോനെ കണ്ടത്. കാരണം അവൻ എപ്പോഴും ഇവിടെ വരണോണ്ട് നമുക്ക് വിഷമമാണ്. അവനൊന്നും ചെയ്യണ്ടായിരുന്നു. അവൻ്റെ കൂടെ പുറപ്പല്ല ഒരു ജമ്മോന്നല്ലേ പറയണം. എൻ്റെ ഉമ്മയും പാവണെങ്കിൽ അസുഖമുള്ളത് ഇന്നലെ ഞാൻ TV കൂടെയാണ് അറിയുന്നില്ല. ഈ അസുഖമുള്ള ആരോടെ ഒന്നും പരിക്കേറ്റ ഉമ്മയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം ഉടൻ. ഡൽഹി നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി AP പ്രവർത്തകർ. പ്രതിപക്ഷ നേതാവ് അതിഷി ഉൾപ്പെടെ 15 AP MLA-മാർക്ക് സസ്പെൻഷൻ. മുൻ സർക്കാരിന്റെ ക്രമക്കേടിൽ CAG റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് മുഖ്യമന്ത്രി രേഖാ ശർമ്മ. കോടതിക്കും മേലെയോ CPM. കണ്ണൂരിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഉപരോധം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി. CPM-ന്റെ ധാർഷ്ട്യം പോലീസിന്റെ കൺമുന്നിൽ. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡും നടപ്പാതയും കയ്യേറി പന്തൽ കെട്ടി CPM സമരം. ആശാവർക്കർമാരോട് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. സമരം ചെയ്യുന്ന ആശമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണം. സർക്കുലർ ഇറക്കി NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ. പാരിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം ഘടിപ്പിച്ച് ED. ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ റെയ്ഡ്. അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടിൽ ഷീബയ്ക്ക് നേരിട്ട പങ്കെന്ന ED. കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവില്ലെന്ന് പോലീസ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക സൂപ്പർ പോരാട്ടം. ഇരു ടീമുകളും ഇറങ്ങുന്ന രണ്ടാം ജയം ലക്ഷ്യമിട്ട് മത്സരം ഉച്ചയ്ക്ക് 2:30 റാവൽപിണ്ടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കൃത്യം നടത്തിയ അഫാൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലീസ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും കണ്ടെടുത്തു. എല്ലാ കൊലപാതകങ്ങളും അഫാൻ തന്നെയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ മെഡിക്കൽ കോളേജിലെ പോലീസിന്റെ പ്രത്യേക സെല്ലിലേക്ക് അഫാനെ മാറ്റി. അഫാന്റെ നെഞ്ചിൽ പരിക്കുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ലത്തീഫ്, സാജിദ ബീഗം എന്നിവരുടെ ശരീരത്തിൽ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണങ്ങളുണ്ടെന്നും പോലീസ് അറിയിച്ചു. വിശദാംശങ്ങളുമായി അഫാന്റെ വീട്ടിൽ നിന്നും ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. അഫാൻ തനിച്ചാണ് ഈ അരുംകൊലകൾ നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്വേഷണം ഇത്തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും KP, ഈ അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിന്ന് പറയാൻ സാധിക്കില്ല. നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഒരാൾ എന്ന് തന്നെയാണ് നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് അഫാനാണ് എല്ലാ കൊലപാതകവും ചെയ്തിട്ടുള്ളത് പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അഫാൻ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തിട്ടുണ്ട്. നിലവിൽ ഇതുവരെ അഫാൻ ലഹരിക്ക് അടിമയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രക്തപരിശോധന നടത്തിയിട്ടില്ല എന്നാണ് റേഞ്ച് IG കൂടിയായിട്ടുള്ള ശ്യാം സുന്ദർ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം ചെയ്യുന്നതിനുള്ള ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എന്ത് കാരണമായിരുന്നു എന്ന് കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ സമസ്യ എന്ന് പറയുന്നത് ഈ കൊലപാതകത്തിൽ. അപ്പോൾ അത്തരത്തിൽ എന്ത് കാരണത്താലാണ് സ്വന്തം കുടുംബാംഗങ്ങളെയും സ്വന്തം സ്നേഹിച്ച പെൺകുട്ടിയെയും ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരാത്തത്. അല്പം മുമ്പ് ഈ അഫാന്റെ ഉമ്മയുടെ
ഉമ്മയുടെ ബന്ധു കൂടിയായിട്ടുള്ള നാസർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഷെമി, അതായത് ഈ അഫാന്റെ ഉമ്മ ഷെമി ഐസിയിൽ വെച്ച് ഈ അമ്മാവനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇളയ കുഞ്ഞിനെ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത്. കുട്ടിയെ കൊണ്ടുവരണം, കുട്ടിയെ രക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഷെമിയുടെ തലയിൽ 13 സ്റ്റിച്ചുകളുണ്ട്. നന്നായിട്ട് വായ കീറിയിട്ടുണ്ട്. വായ തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ലിക്വിഡ് ഫുഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംസാരിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. അമ്മാവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. കുഞ്ഞിനെ കൊണ്ടുവരണമെന്ന്, ഇളയ കുട്ടിയെ കൊണ്ടുവരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും അഫാനെ അറിയിക്കാതെയാണ് അവർ വളർത്തിയിരുന്നത് എന്നായിരുന്നു ഇപ്പോൾ അല്പം മുമ്പ് തന്നെ ഈ അഫാന്റെ ബന്ധു കൂടി നമ്മളോട് പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അഫാനെ കാര്യമായിട്ട് ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം അഫാനെ ചുറ്റിപ്പറ്റി വരുന്ന അത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളൊന്നും ഇവർക്കില്ലായിരുന്നു. അവരെ കുടുംബത്തിന് തീർക്കാവുന്ന പ്രശ്നങ്ങൾ, ഒരു പക്ഷേ കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് അല്പം മുമ്പ് ബന്ധു പറയുന്നത്. പക്ഷേ അഫാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിന് മറ്റുള്ള സാമ്പത്തിക പരാധീനതകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബന്ധുക്കളാരും സഹായിച്ചില്ല. അതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ ബന്ധുക്കളെ കൊലപ്പെടുത്തിയതെന്നാണ്. പക്ഷേ ഏറ്റവും വൈകാരികമായിട്ട് ആ ബന്ധു നമ്മളോട് പ്രതികരിച്ചത് കുഞ്ഞു കുട്ടിയുടെയും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുമാണ് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായുധമാണോ കുട്ടിയെ കൊല്ലാൻ ഉപയോഗിച്ചത്, കുട്ടിയുടെ വലത് സൈഡിലെ ചെവിയിലെ ആയുധത്തിൻ്റെ അതേ ആഴത്തിലുള്ള മുറിവുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊലപ്പെടുത്തി, അതായത് അഫാന്റെ കാമുകി കൂടിയായിട്ട് പെൺ സുഹൃത്തു കൂടിയായിട്ടുള്ള ഫർസാനെ അതിക്രൂരമായിട്ട് മുഖത്ത് നെറ്റിയുടെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവുകൾ, അതിനുശേഷം മുഖം വികൃതമാക്കി മുറിവ് ഏൽപ്പിച്ചിട്ട് അങ്ങനെയാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഈ അഫാന് ഈ ഇളയ കുട്ടിയെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോഴും പക്ഷെ അതിക്രൂരമായിട്ട് അതിപൈശാചികമായിട്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയുമാണ്. മറ്റുള്ളവരെയും ഒറ്റ ഇതിന് അല്ലെങ്കിൽ ഒരടിക്കോ രണ്ടടിക്കോ കൊലപ്പെടുത്തിയ രീതി, പക്ഷെ വളരെ ആഴത്തിൽ പൈശാചികമായിട്ട് മുറിവേൽപ്പിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയുമാണ്. അപ്പം അത്തരത്തിൽ ഈ ഇത്രയും വൈകൃതമായിട്ടൊരു സ്വഭാവം എങ്ങനെയാണ് അഫാനിൽ ഉണ്ടായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഹരിക്ക് അടിമയാണോ എന്നുള്ള കാര്യമാണ് കണ്ടെടുക്കേണ്ടത്. നിലവിൽ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് അഫാൻ ആണെന്ന് തോന്നിയിട്ടില്ല എന്നാണ് അഫാന്റെ ബന്ധു നമ്മളോട് അല്പം പ്രതികരിച്ചത്. പക്ഷേ അത്തരത്തിലൊരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആ സാധ്യതയാണ് ഇനി ഒരു പക്ഷേ ആ സാധ്യതയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും മറ്റും ഇവിടെ നിന്നും പോയിട്ടുണ്ട്. റേഞ്ച് ഐജിയും അന്വേഷണം കഴിഞ്ഞ ശേഷം പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുകുട്ടിയുടെ, അതായത് അഫ്സാന്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നാട്ടുകാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് പൊതുദർശനമുണ്ട്. പൊതുദർശനത്തിന് ശേഷം 4 ഖബറുകളും ഒരുമിച്ച് താഴെ പാങ്ങോട് പള്ളിയിൽ ഖബറടക്കം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ ജമാഅത്ത് വരുന്നത് പാങ്ങോടാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മൃതദേഹങ്ങളും പാങ്ങോട് ജമാഅത്തിന് കീഴിലായിരിക്കും ഖബറടക്കം നടത്തുക. അതിനുശേഷം ഈ പെൺകുട്ടി കാട്ടൂർമക്കൽ പള്ളി, അതായത് ഈ ചിറയൻകീഴ് കാട്ടൂർമക്കൽ പള്ളിക്ക് പരിധിയിൽ വരുന്നത് പെൺകുട്ടിയുടെ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയുടെ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ എത്ര പരിഹരിച്ചാലും ഇതിൽ സാക്ഷിയില്ലാത്തൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ശാസ്ത്രീയ തെളിവുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ കേസുകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഈ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. KP ടിൻഡുദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രശാന്ത് ശങ്കർ മംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ അരുംകൊലയുടെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പോലീസ് വ്യക്തമാക്കുന്നത് പ്രതി തനിച്ചാണ് ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. അതിലേക്ക് നയിച്ച സാഹചര്യം, അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണ പുരോഗതിയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവുക, അല്ലേ? KP സുരേഷ്, അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പ്രതിക്ക് ഹാനി കൃത്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണമാണ് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതിൽ ഒരു കാര്യം. നേരത്തെ DYSP പറഞ്ഞിരുന്നു, അതായത് ഈ ലഹരി ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള ആളാണ് ഈ അഹാൻ എന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഏത് ലഹരിയാണ് ഉപയോഗിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് മനസ്സിലാക്കാൻ കഴിയൂ. അതായത് രാസപരിശോധന അടക്കമുള്ള
പരിശോധനകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ലഹരി ഉപയോഗം നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ ലഹരി ഉപയോഗവും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ ഒരു കാരണം ആകാമെന്ന് ചിലപ്പോൾ നമുക്ക് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം ഈ സമയത്ത് പറയേണ്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്തരം ഒരു നിഷ്ഠൂരമായ കൊലപാതകം ചെയ്യുവാൻ ഹാന് സാധിക്കുകയില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. കാരണം അത്രയ്ക്ക് നിഷ്ഠൂരമാണ് ഇത്. മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നത് പോലെയല്ല, അവനെ മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നതല്ല, സ്വന്തം വീട്ടിലെ തന്നെ സ്നേഹിച്ചു വളർത്തിയ എടുത്തു വളർത്തിയ അംഗങ്ങൾ അവരെയാണ് നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ താൻ ഒരു മകനെ പോലെ കരുതേണ്ട, അല്ലെങ്കിൽ അച്ഛനില്ലാത്ത സ്ഥാനത്ത് അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട സ്വന്തം സഹോദരൻ, ആ സഹോദരനെ കൊലപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ താൻ ജീവൻ തുല്യം സ്നേഹിച്ചവന്റെ പെൺസുഹൃത്ത് കാമുകി അവളെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ നടത്തണമെങ്കിൽ സാമാന്യമായ ഒരു വ്യക്തിക്ക് അത് സാധിക്കില്ല എന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. കാരണം അങ്ങനെ ഒരു നോർമൽ ഒരു സാമാന്യ മനസ്സുള്ള ആൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നത്. ലഹരി ഉപയോഗം നടത്തുന്ന ആളാണ് ഈ പ്രതി അഹാൻ എന്ന കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ രാസപരിശോധനകൾക്കടക്കം ശേഷം ഏത് ലഹരി വസ്തുവാണ് ഈ ഉപയോഗിക്കാറുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കി ചെയ്യും. ഇതിൽ പോലീസ് തർക്കമില്ലാത്തൊരു കാര്യം പറയുന്നത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പകൽ മുഴുവനും ഈ കൊലപാതകം ആസൂത്രണം ചെയ്തു. കാരണം ഒരു സ്ഥലത്ത്, ഒരു പർട്ടിക്കുലർ സ്ഥലത്തല്ല ഈ കൊലപാതകം നടന്നത്. ഒരു 20 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ വെഞ്ഞാറമൂടിലെ ഈ ഏരിയ പരന്നു കിടക്കുന്നത്. ആദ്യം കൊലപാതകം നടത്തിയ ഉമ്മുമ്മയുടെ വീട്ടിൽ നിന്നും അവിടെ നിന്നും നേരെ അച്ഛന്റെ സഹോദരന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. അവിടേക്കും നല്ല ദൂരമുണ്ടായിരുന്നു. എന്നാൽ ആ സഹോദരന്റെ വീട്ടിലേക്ക് എത്തി അവിടെ നിന്ന് അച്ഛന്റെ സഹോദരനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് കൊലപ്പെടുത്തുന്നത്. കൊലപ്പെടുത്തിയ ശേഷമാണ് പിന്നെ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തുകയും അമ്മയെയും അതോടൊപ്പം തന്നെ സഹോദരനെയും കാമുകിയും എല്ലാം മർദ്ദിച്ച് കൊലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഗുരുതരമായ അമ്മയ്ക്ക് പരിക്കേറ്റ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. നിലയിൽ ഇതുവരെ തൃപ്തി വന്നിട്ടില്ല, രീതി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഹാനും ആശുപത്രിയിൽ തന്നെയാണ്, മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സ നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഇതിനൊരു കൃത്യമായ അന്വേഷണം നടത്തും. പ്രതിയെ ഇനി കസ്റ്റഡിയിൽ എടുക്കേണ്ടിയിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിൽ വേണ്ടിവരും. വിശദമായ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും നടത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ നമുക്ക് നേരത്തെ ചിന്തിച്ചതുപോലെയുള്ളൊരു കൃത്യമായ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയും. വ്യക്തതയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പ്രജിത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത് ഇപ്പോഴുള്ളത് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് സമീപത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞോ? മറ്റു വിവരങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 4 മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. 4 മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അബ്ദുൾ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സജിത ബീഗം, കൊല ചെയ്യപ്പെട്ട ഉമ്മയായിട്ടുള്ള സൽമ ബീവി, ഒപ്പം പ്രതിയുടെ സുഹൃത്തായിരുന്ന ഫർസാന. ഈ 4 പേരുടെ ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ ഇളയ സഹോദരൻ്റെ മൃതദേഹവും എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ 5 പേരുടെ മൃതദേഹവും എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കുള്ളിൽ എല്ലാ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആദ്യം അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അകത്തു നിന്ന് ലഭ്യമാക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാൽ ഓരോ മൃതദേഹങ്ങളായി നേരെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ചെറിയ പൊതുദർശനങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടുത്തുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്നായിരിക്കും കബറടക്കമടക്കമുള്ള ചടങ്ങുകളിലേക്ക് പോവുക. എന്തായാലും പ്രതിയായിട്ടുള്ള അഫാനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഹാജരാക്കിയെങ്കിലും സാധാരണഗതിയിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമുള്ള അത്രയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ അകത്ത് പോയിരിക്കുന്ന ഈ വിഷയത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അത് ദിവസങ്ങൾ കഴിഞ്ഞാലും 1-2 ദിവസങ്ങൾ കഴിഞ്ഞാലും ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തേക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കേഷനുമായൊക്കെ മുന്നോട്ട് പോകുന്നു. പക്ഷേ പ്രതിക്ക് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തതിനാൽ പോലീസിന് നേരിട്ട് ആശുപത്രിയിലെത്തി ഇപ്പോൾ കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയുകയാണ്. പോലീസിൻ്റെ ഒരു പൂർണ്ണ തോതിലുള്ള ചോദ്യം ചെയ്യൽ എന്നതിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും
വിവരങ്ങൾ കൃത്യമായി തേടുന്നു. നേരത്തെ പറഞ്ഞ മൊഴികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ചികിത്സയ്ക്കായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്ന സാഹചര്യമുള്ളതിനാൽ, ലഹരി മരുന്നിൻ്റെ ഉപയോഗം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുള്ളതിനാൽ കൃത്യമായ പരിശോധനയ്ക്കും വിദഗ്ധ അഭിപ്രായങ്ങൾക്കുമായി ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക മെഡിക്കൽ സംഘത്തെയും രൂപീകരിക്കും. ഒപ്പമാണ് ഈ മൊഴിയെടുപ്പടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഓരോ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ബന്ധുക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ടിരിക്കും. KP. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നു. അവിടെ മെഡിക്കൽ ബോർഡിൽ വിദഗ്ധരായ ഡോക്ടർമാർ, ഒപ്പം മാനസിക വിദഗ്ധരടക്കം. അതായത് ഈ കേസിൻ്റെ പുരോഗതിക്ക് എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളാണ് അനിവാര്യം. കാരണം ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. അതുകൊണ്ട് തന്നെ പഴുതടച്ച ഒരു അന്വേഷണ രീതിയായിരിക്കും സ്വാഭാവികമായും പോലീസ് അവലംബിക്കുക. അതുകൊണ്ട് തന്നെ അത്രത്തോളം ജാഗ്രതയോടെയുള്ള ഒരു അന്വേഷണ രീതിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഒപ്പം ഈ പ്രതിയുടെ ആരോഗ്യനില സംബന്ധിച്ചിപ്പോൾ അത്രത്തോളം ഗുരുതരമല്ല. എലിവിഷമാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഗുരുതരാവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എങ്കിലും കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആരോഗ്യനില കൂടി ആരോഗ്യനില പുരോഗതി കൂടി വിലയിരുത്തിയതിനു ശേഷമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ ചോദ്യം ചെയ്യലിൽ പോലും ഇയാൾ നൽകുന്ന മൊഴികളിൽ പോലും ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മന്തിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നുള്ളതാണ്. പിന്നീട് പെപ്സിയിൽ എലിവിഷം ചേർത്ത് കഴിച്ചു എന്നുള്ളൊരു മൊഴിയും ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഇയാൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കൂടുതൽ ഈ പറയുന്ന രീതിയിൽ അന്വേഷണ സംഘത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ ചെറുതായിട്ടെങ്കിലും ഇയാളുടെ ഈ മൊഴികളിലെ വ്യത്യാസങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസമായി മദ്യപിക്കാറുണ്ടെന്ന് ഡോക്ടർമാരോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താൻ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം ഈ പ്രതി ആയിട്ടുള്ള ആൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഇയാൾ പറഞ്ഞ സ്ഥലം, സമയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഈ കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോഴും പോലീസ് 100% ഉറപ്പിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. കൊലപാതകത്തിന് കാരണങ്ങളായി വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക വശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രണയബന്ധത്തിന് എതിര് നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ആ അത്തരം വിഷയങ്ങളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കുറേ വശങ്ങൾ ഇതിന് കാണുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നതും. ഇപ്പോൾ അമ്മയുടെയും മാതാവിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ ഉമ്മയുടെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക കാരണങ്ങളാണെങ്കിൽ, ഒരു പക്ഷേ ഈ അബ്ദുൾ ലത്തീഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൊലപാതകത്തിന് പിന്നിൽ പ്രണയബന്ധത്തിനെതിരെ നിന്നതാകാം എന്നുള്ളൊരു സാധ്യത കൂടി പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരുമില്ലാതെയാകുമ്പോൾ ഇനി സഹോദരൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നുള്ളതുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി, അങ്ങനെയൊക്കെ പല വശങ്ങൾ പോലീസ് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിനൊടുവിൽ മാത്രമേ പൂർണ്ണമായും ഓരോ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ പോലീസിന് വ്യക്തമാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം മാത്രമേ വ്യക്തമായ ഉത്തരം നൽകാൻ പോലീസിനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ആശുപത്രിയിലെ പോലീസിൻ്റെ സെല്ലിൽ വെച്ചിട്ടുള്ള പ്രത്യേകമായി ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ അത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ലഭ്യമായിട്ട് മാത്രമായിരിക്കും. പക്ഷേ അത് എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ എലിവിഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് ആന്തരികാവയവങ്ങളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. അഫാന്റെ ക്രൂരതയിൽ നടുക്കം വിട്ടുമാറാതെ നാട്. അഫാന്റെ അനിയൻ അഫ്സാന്റെ കുട്ടിത്തം വിട്ടുമാറാത്ത മുഖമാണ് അയൽക്കാരുടെ മനസ്സിൽ. സ്വന്തം ചോരയില്ലേ, കൂടപ്പിറപ്പിനെ വെറുതെ വിട്ടുകൂടായിരുന്നുവെന്നായിരുന്നു പ്രദേശവാസിയായ ഒരാളുടെ ചോദ്യം. ഞങ്ങളുടെ പ്രതിനിധി ടിൻഡു ദാസിനോട് പ്രദേശവാസി പറഞ്ഞ വാക്കുകൾ വൈകാരികമായിരുന്നു. നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം നടന്ന വെഞ്ഞാറമൂട് പേരുമല അഫാൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു കടയാണ്. ഈ അഫാൻ്റെ അനിയനും ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഈ കടയിൽ വരാറുള്ളതൊക്കെയാണ്. അവരെയൊക്കെ വളരെ വ്യക്തിപരമായിട്ട് അറിയാനുള്ളൊരു അമ്മയാണ് ചേരുന്നത്. അമ്മ, ഇവർ ഈ അഫാനും അഫാൻ്റെ കുടുംബക്കാരെയൊക്കെ നേരത്തെ അറിയാം? കടയിൽ വരും, സാധനം വാങ്ങിക്കാൻ കൊച്ചു വരും. ഇന്നലെ 4:30 ആയപ്പോഴും അവൻ പോണ കണ്ട്. ഇന്നലെ വിട്ട് അവിടെ ബസ്സിൽ വന്ന് ഇവിടെയല്ലേ ഇറങ്ങണം. ഇറങ്ങിയിട്ട് അവൻ നടന്നു പോണേണ്ട്. തിരിച്ച് അവൻ്റെ ചേട്ടൻ അവിടെ ബൈക്കിൽ നിൽക്കുകയായിരുന്നു. അവനെ കൊണ്ട് അങ്ങോട്ട് പോണേണ്ട്.
എന്തിനാണ് അതായത് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഫാനാണോ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് ഇളയാൾ കൊച്ചുമോൻ, ഞാൻ മോനെ എന്നൊക്കെ കടയിൽ വന്നുകൊണ്ട് അവ അത്രയ്ക്ക് 8-ലാണെങ്കിലും ഒരു പാവമാണ്. സംസാരിക്കണേക്കെ പതുക്കെ സംസാരിക്കും. അവൻ തിരിച്ച് ഒറ്റയ്ക്ക് ആട്ടയിൽ കാണാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ആട്ട ഇവിടെ വന്നപ്പോൾ സ്പീഡ് കുറഞ്ഞു, കാരണം അപ്പുറത്ത് പോകാൻ വേണ്ടി. അങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലൊരു കിറ്റ് ഇരിക്കുന്നു. അവൻ അപ്പുറത്ത് ഇറങ്ങി, അതും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഇറങ്ങി ആ കിറ്റും തൂക്കി പോയപ്പോൾ ആട്ടക്കാരനെ ഞാൻ ടാറ്റയാക്കണുണ്ട്. അവൻ പോയി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് അങ്ങോട്ട് ഓടി. ആ വീട്ടിലായിരിക്കും അവൻ്റെ ഉമ്മച്ചി താക്കോല് കൊടുത്തിട്ട് പോണത്. അവൻ വിചാരിച്ചു ഉമ്മ ഇവിടെയെങ്കിലും പോയപ്പം താക്കോല് കൊടുത്തിട്ട് തിരിച്ച് പിന്നും അവൻ വീട്ടിൽ കയറി പോകണുണ്ട്. പിന്നെ പോലീസ് ജീപ്പ് ഇങ്ങനെ കയറി പോയപ്പോൾ ഈ കൊച്ചുമോനെ കണ്ടത്. കാരണം അവൻ എപ്പോഴും ഇവിടെ വരണോണ്ട് നമുക്ക് വിഷമമാണ്. അവനൊന്നും ചെയ്യണ്ടായിരുന്നു. അവൻ്റെ കൂടെ പുറപ്പല്ല, ഒരു ജമ്മോന്നല്ലേ പറയണം. ചെക്കൻ വരുവാണോ? നേരത്തെയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ 3-4 മാസം കൊണ്ട് അവൻ വരൂല. എന്നാലും ഒരു മനുഷ്യനെ വെച്ചിപ്പോന്ന് പറയണ നമുക്ക് അറിഞ്ഞൂടാ. കൊറോണ സമയത്തൊക്കെ നമ്മളൊക്കെ ഇഷ്ടം പോലെ സാധനം കടം കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് പൈസയൊന്നും അയക്കാൻ പറ്റൂല. കംപ്ലീറ്റ് കണക്ക് തീർത്താണ് അവൻ കൊണ്ടു തരണത്. മാമി എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കില്ല. സ്വന്തം മാമി കണക്ക് നോക്കി പോയി മാമി തരാന്ന് തീർത്തി തന്നെ തന്നെ. വീട്ടിലുള്ള എങ്ങനെ ഉമ്മയൊക്കെ ആണെങ്കിൽ പാവമാണ്. ഉമ്മയ്ക്ക് ഇപ്പോൾ അസുഖം ഇവിടെ നിന്നാൽ എല്ലാത്തിനും വരും. മാവിന് വരും, ചപ്പാത്തിക്ക് വരും, എല്ലാ സാധനത്തിനും വരും. പറ്റുണ്ട് അമ്മക്ക്. പൈസ കിട്ടിയ ഉടനെ കൊണ്ടുതരും. എല്ലാം കണക്ക് തീർത്തിയതാ. കാരണം എൻ്റെ ഉമ്മയും പാവമാണെങ്കിൽ അസുഖമുള്ളത് ഇന്നലെ ഞാൻ TV കൂടെയാണ് അറിയണമല്ലേ ഈ അസുഖമുള്ള ആരോടെ ഒന്നും ഇപ്പം അങ്ങനെ അവരുടെ കാര്യമൊന്നും പുറത്ത് പറയുന്ന ഇവിടങ്ങളിൽ എല്ലാവരും സ്നേഹമാണ്. ആരുമായിട്ട് ഒരു വഴക്കിനെ കണ്ട ഒരു മക്കളും അങ്ങനെ ഒരിടത്തും പോണതാ വഴക്കാ കൂടുന്നോ ഒന്നും കണ്ടിട്ട്. ഈ അഫാൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഞങ്ങൾ അറിയണത് ഇന്നലെ ആദ്യം 2 പേരും ഇനി പുറത്ത് കൊണ്ടുവന്നു. അപ്പോഴും ജീപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ 2 പേരെ കൊണ്ടുവന്നു. അവിടെ ആകെ 3 പേരേ ഉള്ളൂ. കാരണം ഇവ ഉൾപ്പെടെ 3 പേര്. അപ്പോൾ ഇനി ഒരാളുണ്ടെന്നപ്പോൾ ഞാൻ അവരെ ബന്ധത്തിലൊരാൾ അവൻ്റെ വാപ്പ വന്നാന്ന് ചോദിച്ചു. ഇല്ല, എന്തോ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു പെങ്കൊച്ചാണെന്ന്. അപ്പോഴും പറഞ്ഞ് സഹോദരൻ്റെ മോളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാണാൾ പറഞ്ഞു അല്ല 20 വയസ്സായ കൊച്ചാണ്. അപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. കൊച്ചിനെ കൊണ്ടുപോയി ഇങ്ങനെ കൊച്ചിനെ നമ്മൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ, പോലീസൊക്കെ കിടക്കും. നമ്മളെ കണ്ടിട്ടേ ഇല്ല. കൊച്ചിനെ കൊണ്ടുവന്നതിന് വഴക്കെന്തെങ്കിലും ആയോ? ഇല്ല, അറിയാൻ പറ്റൂലല്ലോ. കംപ്ലീറ്റും അവർ വല്ലതാണെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുകയില്ലേ വീടൊക്കെ. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പെൺകുട്ടികൾ മരിച്ചതായിട്ട് അറിയുന്നത്. മരിച്ചതായിട്ടല്ല, സീരിയസ് ആയിട്ട് മരിച്ച കൊച്ചിനെ അതിന് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഈശ്വര അവനും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതി. അപ്പോഴേ ഒരു പോലീസ് വന്ന് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. തീർച്ചയായിട്ടും എന്നും കടയിൽ വരുന്നതായിരുന്നു ആ 9-ാം ക്ലാസ്സുകാരൻ. വളരെ സങ്കടത്തോടു കൂടിയാണ് അമ്മ അതൊക്കെ ഓർത്തെടുക്കുന്നത്. എന്തായാലും നാടിന് നടുക്കിയൊരു കൊലപാതകമാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു അവരൊക്കെ. പക്ഷേ എന്തിനാണ് അഫാൻ ഇത് ചെയ്തത് എന്നാണ് അവർക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്. CAG റിപ്പോർട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നിയമസഭയിൽ വെച്ചു. മദ്യനയ അഴിമതി ഉൾപ്പെടെ തുറന്നുകാട്ടുന്ന CAG റിപ്പോർട്ടാണ് സഭയിൽ വെച്ചത്. ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി നിയമസഭയിൽ ബഹളമുണ്ടാക്കിയതിന് 15 AP MLA-മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, മുൻ സർക്കാരിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇപ്പോൾ നിയമസഭയിൽ വച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമായിരുന്നു 14 CAG റിപ്പോർട്ടുകൾ ഡൽഹിയിലെ മുൻ സർക്കാരുകളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നിയമസഭയിൽ വയ്ക്കുമെന്നത്. ഇന്നിപ്പോൾ 8ാമത് നിയമസഭയുടെ 8ാമത്തെ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ 2ാം ദിവസം അല്പസമയം മുമ്പ് രേഖ ഗുപ്ത ഒരു CAG റിപ്പോർട്ടാണ് ഇപ്പോൾ സഭയിൽ വെച്ചിരിക്കുന്നത്. ഇത് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടാണ്. ഇത്തരത്തിൽ 14 റിപ്പോർട്ടുകൾ ഇനിയും ടേബിൾ ചെയ്യാനുണ്ട്. അതിൽ ആദ്യം തന്നെ സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആം ആദ്മി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഇതാണിപ്പോൾ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിയമസഭയിൽ വെച്ചിരിക്കുന്നത്. 2017 ശേഷം ഇതാദ്യമായാണ് ഒരു CAG റിപ്പോർട്ട് ഡൽഹി നിയമസഭയിലേക്ക് വരുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം സ്പീക്കർ വിജേന്ദ്ര ഗുപ്ത പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതേസമയം ഗൗതമാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഞരമുട മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും
മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുവരികയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം. പ്രജിത് മോഹൻ ചിരിക്കുകയാണ്. പ്രജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ, 4 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞോ? മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ്? KP 2 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഒന്ന് അബ്ദുൾ ലത്തീഫിൻ്റെ, അതായത് ഈ പ്രതിയായ അഫാൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അതോടൊപ്പം തന്നെ സുഹൃത്തായിരുന്ന ഫർസാനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഈ 2 മൃതദേഹങ്ങളും പുറത്തെത്തിച്ച് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അബ്ദുൾ ലത്തീഫിൻ്റെ മൃതദേഹം അവിടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഫർസാനയുടെ മൃതദേഹം വെഞ്ഞാറമ്പൂട്ടിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ചിറയൻകീഴ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരിക്കും അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫർസാനയുടെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്നും പുറപ്പെടുകയാണ്. ആദ്യം വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തിക്കും. അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും ചിറയൻകീഴ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് കബറടക്കത്തിനായി മൃതദേഹം കൊണ്ടുപോകുക. ഇനി 2-3 പേരുടെ കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാനുണ്ട്. നടപടികൾ പൂർത്തിയാക്കി കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടികളാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് നൽകുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. DK മുരളി MLA അടക്കമുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ കാര്യങ്ങൾക്ക് വേഗം കൂട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്തരം നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് ഇവിടെ ഡോക്ടർമാരടക്കം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊലപാതക കാരണമടക്കമുള്ള കാര്യങ്ങൾ ഏകദേശം വ്യക്തമായ സാഹചര്യത്തിൽ വലിയ പരിശോധനകൾക്ക് ആവശ്യമില്ല. സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയാൽ മതിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് മൃതദേഹം വിട്ടു നൽകാൻ കഴിയുമെന്നുമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാരുടെ സർജന്മാരടക്കമുള്ളവർ അറിയിക്കുന്ന കാര്യം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മറ്റ് 3 പേരുടെ കൂടി ഒന്ന് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അബ്ദുൾ ലത്തീഫിൻ്റെ ഭാര്യ സാജിദ ബീഗം, അതോടൊപ്പം സൽമ ബീവി, പിന്നെ ഇളയ സഹോദരനായിട്ടുള്ള അഫ്സാൻ, ഈ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി ഇവിടെ പൂർത്തിയാക്കാനുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഓരോ മൃതദേഹങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. KP ശരി, പ്രജിത് മോഹനാണ് മെഡിക്കൽ കോളേജിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വഴി തടസ്സപ്പെടുത്തിയതിനെ ന്യായീകരിച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. 10,000 പങ്കെടുത്താൽ ഗതാഗതം തടസ്സപ്പെടും, യാത്രയ്ക്ക് വേറെ വഴിയുണ്ട്, പക്ഷേ ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ലെന്നായിരുന്നു ജയരാജന്റെ വാക്കുകൾ. മാധ്യമങ്ങൾ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ എല്ലാം പകർത്തിയിട്ടുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. കണ്ണൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM നടത്തിയ ഉപരോധത്തിൽ സംസാരിക്കുകയായിരുന്നു MV ജയരാജൻ. ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും. യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല. അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ്. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. ജനങ്ങൾ എവിടെ നിൽക്കും? സമരം നിരോധിച്ചിട്ടില്ല. ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ്. അത് മൗലിക അവകാശത്തിൽ പെടുന്നതുമാണ്. വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു വാക്കുകൾ തന്നെയാണ് MV ജയരാജന്റെ ഭാഗത്തിനുമുണ്ടായത്. അതും നിയമ ലംഘനം നടത്തി അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ. ഇതിനെതിരെ എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? KP റോഡ് അടച്ചുകെട്ടി സമരം ചെയ്യരുതെന്ന ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് CPMന്റെ ഇത്തരം ഒരു ഉപരോധ സമരം കണ്ണൂരിൽ നടന്നത്. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള CPMന്റെ ഈ ഒരു ഉപരോധ സമരം. റോഡിൽ 12 കസേരകൾ പൂർണ്ണമായി നിരത്തി ഈ ഭാഗത്ത് കൂടിയുള്ള എല്ലാ തരത്തിലുള്ള ഗതാഗതവും പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ഉപരോധ സമരം CPMന്റെ നേതൃത്വത്തിൽ നടത്തിയത്. പോലീസിന്റെ കൺമുന്നിലായിരുന്നു ഈ നല്ല തിരക്കുള്ള റോഡിലെ പന്തൽ കെട്ടി സമരം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അതേസമയം ഈ 10,000 പങ്കെടുത്താൽ വഴി തടസ്സപ്പെടുമെന്നാണ് ഹൈക്കോടതി വിധി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞത്. മാധ്യമങ്ങൾ ജഡ്ജിമാരെ പ്രകോപിപ്പിക്കാൻ എല്ലാ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട് എന്നും വഴി തടഞ്ഞതിന് പോലീസ് നോട്ടീസ് തന്നിട്ടുണ്ട്, അത് മടക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നും ജയരാജൻ പറയുകയുണ്ടായി.
അതേസമയം CPM നടത്തിയ സമരം ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണെന്നും നിയമം നടപ്പിലാക്കേണ്ട പോലീസ് സമരത്തിന് കാവൽ നിൽക്കുകയാണെന്നും BJP നേതൃത്വം ആരോപിക്കുകയുണ്ടായി. മാത്രമല്ല ഈ CPMന്റെ റൂട്ട് തടസ്സപ്പെടുത്തിയുള്ള സമരവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ മുതിർന്ന അഭിഭാഷകനായ PK നൌഷാദ് മുഖ്യമന്ത്രിക്കും DGPക്കും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് MR ഹരീഷ് മുഖാന്തരം അയച്ച നോട്ടീസിൽ ഈ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ലംഘിക്കപ്പെടുന്നതും ബഹുജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. KP മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലും മാർഗം തടഞ്ഞ് CPM. റോഡിന് പുറമെ നടപ്പാതയും കയ്യേറി പന്തൽ കെട്ടിയാണ് സമരം. വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടുവരികളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പാലക്കാടും കണ്ണൂരിന് പിന്നാലെ പാലക്കാടും ഇത്തരത്തിൽ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നിയമലംഘനം തന്നെയാണ് CPMന്റെ ഭാഗത്തിനുമുണ്ടായത്. അവിടുത്തെ നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും സുരേഷ്, ഇന്ന് രാവിലെ മുതൽ CPM പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരമാണ് വഴി തടഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരമായി മാറിയത്. കാരണം പ്രധാനമായും റോഡും അതുപോലെ തന്നെ റോഡിലെ ചേർന്നുള്ള നടപ്പാതയും കയ്യേറിക്കൊണ്ട് റോഡിൻ്റെ ഇരുവശത്തും പന്തൽ കെട്ടിക്കൊണ്ടാണ് CPM ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചത്. ധാരാളം ആളുകൾ അവിടേക്ക് എത്തിയതോടുകൂടെ തന്നെ വലിയ രീതിയിൽ ആ വഴിയിലൂടെ ഗതാഗതം പൂർണ്ണമായും വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി. രാവിലെ എഴുന്നേറ്റ് ഓഫീസുകളിലേക്കും മറ്റ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ ഈ ഗതാഗത കുരുക്കിൽപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് അത് ഒരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ ഈ വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. പ്രധാനമായിട്ടും ഈ ചെർപ്പളശ്ശേരി അല്ലെങ്കിൽ മണ്ണാർക്കാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പാലക്കാട് നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളെ ഈ സുൽത്താൻപേട്ട വഴി കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ അവർ മറ്റ് ചുറ്റി പോകേണ്ട സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും വിക്ടോറിയ കോളേജ് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങളെയും വഴി തിരിച്ചു വിടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ വാഹനങ്ങളെ വഴി തിരിച്ചു വിട്ടതോടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കും ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നു വരുന്ന ഒരു പ്രധാന വഴിയാണിത്. ആ വഴിയിലാണ് ഇത്തരത്തിൽ റോഡിൻ്റെ ഇരുവശത്തും കയ്യേറിക്കൊണ്ട് അല്ലെങ്കിൽ റോഡിൻ്റെ രണ്ട് വശത്തും നടപ്പാത ഉൾപ്പെടെ കയ്യേറി പന്തൽ കെട്ടി CPM ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചത്. CPMന്റെ മുതിർന്ന നേതാവായ AK ബാലൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയാണ്. ആ പരിപാടിയിലാണ് ഇത്തരത്തിൽ ജനങ്ങളെ അത് വലിയ രീതിയിൽ വലയ്ക്കുകയും ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നതായി മാറിയത്. നമുക്കറിയാം ഈ ഹൈക്കോടതി ഇതിനെതിരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. നേരത്തെ CPMനെതിരെ വലിയ വിമർശനം ഉൾപ്പെടെ ഉന്നയിച്ചതാണ്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ സമരമൊക്കെ വലിയ ചർച്ചകൾക്ക് ഉൾപ്പെടെ വഴിവെച്ചതും ഒക്കെയാണ്. എന്നിട്ടും അതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല. വീണ്ടും സമാന കാര്യങ്ങൾ CPM ഓരോ ഇടത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് പാലക്കാടും ഇന്നുണ്ടായത്. പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയയായ ഇടുക്കി കുമളി സ്വദേശി ഷിബ സുരേഷിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. രാവിലെ 10 മണിയോടെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിദേശത്തായിരുന്ന ഷീബയെയും ഭർത്താവ് സുരേഷിനെയും നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷമായിരുന്നു പരിശോധന. കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനും സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറുമായും ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇവരുടെ സാമ്പത്തിക ഇടപെടൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നുമാണ് സംശയം. തട്ടിപ്പ് നടന്ന സ്പ്യാഡ്സ് ചെയർപേഴ്സണും NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗവുമാണ് ഷീബ. ED സ്വമേധയാ എടുത്ത കേസിൽ ഷീബ സുരേഷിന്റെ ചോദ്യം ചെയ്യലും ഇന്ന് പൂർത്തിയാകാൻ തന്നെയാണ് സാധ്യത. പാതിവില തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. റിട്ടയർഡ് ജഡ്ജിമാർക്കെതിരെയടക്കം കേസെടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പാതിവില തട്ടിപ്പിൽ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കുമെന്നാണ് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട്. തുടർന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളില്ല. അന്വേഷണം പൂർത്തിയാക്കാൻ സാഹചര്യം ഒരുക്കണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം റിട്ടയർഡ് ജഡ്ജിമാർക്കെതിരെ അടക്കം കേസെടുക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ആഭ്യന്തര വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ നിയമത്തിന് മുകളിലല്ലെന്ന് പൊതുസമൂഹം വിമർശിക്കുമെന്നും ആ വിമർശനം പരിഗണിക്കപ്പെടേണ്ടതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പക്ഷേ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകും. മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താനാവില്ല. റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്.
വിരമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ പോലീസ് വസ്തുതകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജനം, കൊച്ചി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച പൾസർ സുനിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘമാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. കുറുപ്പമ്പടിയിലെ ഹോട്ടലിൽ അതിക്രമം നടത്തിയതിന് സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് പൾസർ സുനി അതിക്രമം നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയാണ് പൾസർ സുനി എന്ന് വിളിപ്പേരുള്ള സുനിൽകുമാർ. രണ്ടാമതും ആവശ്യപ്പെട്ട ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്ന പേരിലാണ് സുഹൃത്തിനൊപ്പം ഹോട്ടലിലെത്തിയ സുനി ഗ്ലാസുകൾ എറിഞ്ഞുടയ്ക്കുകയും ജീവനക്കാർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തത്. ഹോട്ടലുടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇളമ്പകപ്പിള്ളിയിലെ വീട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തടവുകാരനായി കഴിഞ്ഞിരുന്ന പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത്. 7 വർഷത്തിലധികമായി ജയിലിലാണെന്നും വിചാരണ നീളുകയാണെന്നുമുള്ള വാദങ്ങൾ അംഗീകരിച്ച സുപ്രീം കോടതി കർശന വ്യവസ്ഥകളിലായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച സുനിയുടെ ജാമ്യം റദ്ദായേക്കും. 2017 ഫെബ്രുവരി മുതൽ പൾസർ സുനി ജയിലിലായിരുന്നു. ജനം, കൊച്ചി. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാ വർക്കർമാരോട് അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറാണ് സർക്കുലർ പുറത്തിറക്കിയത്. ശമ്പള വർധനവടക്കമുള്ള ആവശ്യങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പണിമുടക്കുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ സർക്കുലർ ഇറക്കി. ആശാവർക്കർമാർ പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായുള്ള നടപടികൾ മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കണം. കാലതാമസം ഒഴിവാക്കാൻ അടുത്ത വാർഡിലെ ആശാവർക്കർമാർക്ക് അധിക ചുമതല നൽകണം. അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ വഴിയോ സന്നദ്ധ പ്രവർത്തകർ വഴിയോ സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പണിമുടക്കുന്ന ആശാപ്രവർത്തകരുടെ കണക്ക് ശേഖരണം നേരത്തെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ DMOമാരുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഗൂഗിൾ ഫോം വഴിയാണ് കണക്കെടുപ്പ് തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 2 ആഴ്ചയായിട്ടും വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പ്രതിപക്ഷ സംഘടനകൾ തെരുവിലിറങ്ങി സമരത്തിന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വലിയ പിന്തുണയാണ് സമരത്തിന് ലഭിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ആശാവർക്കർമാരുടെ സമരത്തെ അവഹേളിച്ച് CPM നേതാവ് A. വിജയരാഘവൻ കേരളം ധാരാളം സ്പോൺസേഡ് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. കുറച്ചുപേരെ അവിടെ കൊണ്ടിരുത്തി പിണറായി സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന സമരം പരാമർശിച്ചായിരുന്നു വാക്കുകൾ. ഇവർ പ്രോത്സാഹിപ്പിക്കുക. ഒരു സമരം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സമരമുണ്ട്, ആശാ സമരം. അവർക്ക് ഈ ശമ്പളം കിട്ടുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത്രയെങ്കിലും കിട്ടുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കേരളത്തിലാണ്. എന്താ കാരണം? നമ്മളുടെ മനുഷ്യപക്ഷ സമീപനം കൊണ്ടാണ്. ആശാ ജീവനക്കാരോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിച്ചത് കേരള ഗവൺമെന്റാണ്. എപ്പോഴും അവരുടെ ഓണറേറിയം, ശമ്പളമല്ല കേട്ടോ, ഓണറേറിയം എന്നൊരു പറയാം, അത് വർദ്ധിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചത് കേരളം. പിന്നെ ആഗ്രഹത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പല പരിമിതികളുണ്ട്. പക്ഷെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. കൂടുതൽ വരുമാനം കിട്ടാൻ ഇൻസെന്റീവുകൾ കൊടുത്തുകൊണ്ടിരുന്നു. ആ നിലയ്ക്ക് വളരെ അനുഭാവപൂർണമായ സമീപനമാണ് കേരളം സ്വീകരിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നമ്മളുടെ എല്ലാ സ്കീം അവരുതാണ്. അങ്ങനെ ഒരു സമരം ചെയ്യുമ്പോൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ആ സമരത്തെ കണ്ടേ. കുറച്ചാൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഒരു പിൻബലത്തോടു കൂടി പിന്നെ ഇവരൊക്കെ അവിടെ ആ ഒരു സമരത്തിനും പോകത്തിനൊക്കെ അവിടെ കാണാറുണ്ട്. എന്താ കാരണം? പിണറായിക്കെതിരെ തിരിക്കാൻ പറ്റുമോ നോക്കാനാണ്. പിണറായിക്കെതിരെ ഒരു സമയം തിരിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് എല്ലാവരും രാവിലെ പോയിട്ടുണ്ട്. പോയിക്കോട്ടെ. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ച പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശാവർക്കർമാരും സംയുക്തമായിട്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കഞ്ഞിവെച്ചത്. മന്ത്രിയുടെ പത്തനംതിട്ടയിലെ MLA ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ MLAയുടെ മകൻ കനിവിന്റെ അടക്കം 9 പേരുടെയും മൊഴിയെടുക്കും. മകനെതിരായ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭ നൽകിയ പരാതിയിൽ അന്വേഷണവും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കുട്ടനാട് XACI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെയും സംഘത്തിലുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തു.
പരാതിക്കാരിയായ പ്രതിഭ എംഎൽഎയുടെ മൊഴിയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ രേഖപ്പെടുത്തി. കേസിലെ ദൃക്സാക്ഷികളുടെ മൊഴിയെടുക്കുന്നുണ്ട്. ഡിസംബർ 28-നാണ് പ്രതിഭയുടെ മകനടക്കം 9 പേരെ തകഴിയിൽ നിന്നും കഞ്ചാവ് കേസിൽ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. ശതകോടി പുണ്യം നുകർന്ന മഹാകുംഭമേളയ്ക്ക് നാളെ സമാപനമാകും. ശിവരാത്രി ദിനമായ നാളെ അവസാന അമൃത സ്നാനം നടക്കും. 1 കോടി തീർത്ഥാടകർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമെന്നാണ് കണക്കാക്കൽ. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതായി UP സർക്കാർ അറിയിച്ചു. 64 കോടി ഭക്തരാണ് ത്രിവേണി സംഗമത്തിൽ ഇതുവരെ പുണ്യസ്നാനം നടത്തിയത്. ഇന്ന് വൈകിട്ട് മുതൽ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. പ്രയാഗ്രാജിന്റെ എല്ലാ പ്രദേശങ്ങളിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകുമെന്ന് UP സർക്കാർ അറിയിച്ചു. സനാതനധർമ്മത്തെ തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. സമൂഹത്തോടും സമാജത്തോടും പ്രതികരണശേഷിയുള്ളവരായി നാം മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു വന്ന അതിരുദ്ര മഹായജ്ഞ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഭക്തനായി സമാജത്തിൽ നടക്കുന്ന അധർമ്മത്തോട് അനീതിയോട് പൊരുതുന്ന പ്രതികരണശേഷിയുള്ള ഒരു സമാജമായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന എല്ലാവിധ അനീതികളെയും മറികടന്നുകൊണ്ട് ഒരു ശക്തമായ സമാജമായി മാറാൻ കഴിയും. അതിന് ഇത്തരം യജ്ഞങ്ങൾ നമുക്ക് പ്രേരണ നൽകട്ടെ, ഭഗവാൻ അതിന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമര പ്രചാരണ യാത്ര ഇന്ന് സമാപിക്കും. വൈകിട്ട് 5-ന് എലപ്പുള്ളി പാറയിൽ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മദ്യക്കമ്പനി ജലമൂറ്റിയെടുക്കുമെന്ന വലിയ ആശങ്കയിലാണ് ജനങ്ങളെന്നും സർക്കാർ നടപടി പിൻവലിക്കും വരെ BJP സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി. എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിനെതിരെ വിവിധ പ്രതിഷേധ മാർച്ചുകളും പഞ്ചായത്തിന് മുന്നിൽ ഉപവാസ സമരവും ഉൾപ്പെടെ പ്രതിഷേധ പരിപാടികൾ ആദ്യഘട്ടത്തിൽ നടത്തിയ BJP സമരത്തിന്റെ 2ാം ഘട്ടം എന്നോണമാണ് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ സമര പ്രചാരണ യാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ 20-ാം തീയതി ആരംഭിച്ച യാത്ര ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ന് വൈകിട്ട് 5 മണിക്ക് എലപ്പുള്ളി പാറയിൽ സമാപിക്കും. സമാപന സമ്മേളനം മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ജലമൂറ്റുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിൽ കടുത്ത അമർഷം ജനങ്ങളിൽ ഉണ്ടെന്നും കർഷകരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ആശങ്ക പങ്കുവച്ചുവെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഈ കമ്പനിയിലേക്ക് വെള്ളം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ 10,000-കണക്കിന് വരുന്ന കർഷകർക്കാണ് അതിൻ്റെ ഭവിഷ്യത്ത് വരാനായിട്ട് പോകുന്നത്. പാലക്കാട്ടെ ജനങ്ങൾ വലിയൊരു ആശങ്കയിലാണ്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി പഞ്ചായത്തുകൾ 60ഓളം പഞ്ചായത്തുകളിൽ ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെയുള്ള കർഷകരുമായി സംവദിച്ചു. വിഷയത്തിൽ സർക്കാർ പുറകോട്ട് പോകും വരെ സമരം തുടരാനാണ് BJPയുടെ തീരുമാനം. ഒപ്പം മലമ്പുഴയിലെ ജലം മദ്യനിർമ്മാണത്തിന് എടുക്കാനുള്ള നീക്കത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും BJP ഒരുങ്ങുന്നുണ്ട്. ജനം, പാലക്കാട്. ഇടുക്കിയിലെ ഏറ്റവും വലിയ അനധികൃത പാറമടകളിൽ ഒന്ന് പ്രവർത്തിക്കുന്നത് കാഞ്ചാർ വില്ലേജിലെ പാടക എന്ന സ്ഥലത്ത്. കുളം നിർമ്മിക്കാരെന്ന വ്യാജേനയാണ് ഇവിടെ അനധികൃത പാറ ഖനനം നടക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മരുമകന്റെ സഹായിയുടെ നേതൃത്വത്തിലാണ് പാറ ഖനനം നടന്നത്. സ്ഥലത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ജിയോളജി വകുപ്പ് നൽകിയ കത്തിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും റവന്യൂ വകുപ്പ് മറുപടി നൽകിയിട്ടില്ല. ജിയോളജി വകുപ്പ് 2024 ഒക്ടോബർ മാസത്തിൽ നൽകിയ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ഇപ്പോഴും ജില്ലയിൽ പ്രവർത്തിക്കുന്ന പാറമടയാണ് പടുകയിലുള്ളത്. വെള്ളിലാങ്കണ്ടത്തിന് സമീപം കുട്ടിക്കാനം പുളിയമല സംസ്ഥാന പാതയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം മാറി പ്രവർത്തിക്കുന്ന പാറമടയ്ക്ക് ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ ഒത്താശയും. കുമിളി സ്വദേശിയായ ഷൈൻ വർഗീസാണ് സ്ഥല ഉടമ. സ്ഥലത്ത് കുളം നിർമ്മിക്കുന്നതിന് ഇയാൾക്ക് അനുമതി നൽകിയിരുന്നു. പാറ പൊട്ടിക്കേണ്ടി വന്നാൽ പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നായിരുന്നു നിർദ്ദേശം. ഇത് ലംഘിച്ച് 3500-ലധികം ലോഡ് പാറ ഇവിടെ നിന്ന് കടത്തിയെന്നാണ് കണ്ടെത്തൽ. സ്ഥലത്ത് ഡിസംബറിൽ ജിയോളജി വകുപ്പ് വീണ്ടും നടത്തിയ പരിശോധനയിൽ നിരോധനം ലംഘിച്ച് പാറ പൊട്ടിക്കൽ തുടരുകയാണെന്ന് കണ്ടെത്തി. തുടർ നടപടികൾക്കായി സർക്കാർ ഭൂമിയോ കുത്തകപാട്ട സ്ഥലമോ എന്ന് ഉൾപ്പെടുത്തേണ്ടതിന് സർവേ നടത്തി തിട്ടപ്പെടുത്തി നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായി നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല.
അനധികൃത പാറ ഖനനങ്ങളിൽ ജില്ലാ ഭരണകൂടം നിലപാട് ഘടിപ്പിച്ചതിനു ശേഷവും ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥൊത്താശയിൽ രാത്രി വൈകി പാറ കടത്തിയിട്ടുണ്ട്. സ്ഥല ഉടമയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണവും നടത്തി വരികയാണ്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മരുമകന്റെ സഹായിയായ പാണ്ടിപ്പാറ സ്വദേശി അനീഷിന്റെ നേതൃത്വത്തിലാണ് പാറപ്പൊട്ടിക്കൽ നടന്നതെന്നാണ് കണ്ടെത്തൽ. ഇതിനിടെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥല ഉടമ ഷൈൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കുന്നതിനെ എതിർത്ത് പോലീസ് കോടതിയിൽ വിശദമായ റിപ്പോർട്ടും സമർപ്പിച്ചു. സമാനമായ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പാറമടകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ജനം, ഇടുക്കി. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ 27-ന് വിധി പറയും. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായതിനെ തുടർന്നാണ് വിധി പറയാനായി മാറ്റിയത്. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേന ചെന്താമര ജാമ്യാപേക്ഷ നൽകിയത്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ 27-നാണ് വിധി പറയുക. മറ്റു വിവരങ്ങളും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത്തരത്തിൽ വിധി 27-ന് ജാമ്യാപേക്ഷയിൽ പറയുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസുമായിലെ പ്രതിയായ ചെന്താമര തനിക്ക് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഏതായാലും ജാമ്യാപേക്ഷയിൽ മേലുള്ള വാദം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ചെന്താമരയുടെ അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേന ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഏതായാലും ഈ ചെന്താമരയുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയായിരുന്നു. ആ റിമാൻഡ് നീട്ടിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതിക്ക് പറയാനുള്ളതിന്റെ വിധി 27-ന് പറയുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ ട്രോളി ബാഗിൽ വെട്ടിനുറുക്കിയ മൃതദേഹവുമായി അമ്മയും മകളും പിടിയിലായി. ഹൂഗ്ലി നദിക്കരയിൽ മൃതദേഹം ഉപേക്ഷിക്കാൻ എത്തിയപ്പോൾ നാട്ടുകാരാണ് ഇരുവരെയും പിടികൂടി പോലീസിന് ലഭിച്ചത്. ബന്ധുവായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ബാഗിലുള്ളത്. ആത്മഹത്യ ചെയ്ത ബന്ധുവിൻ്റെ മൃതദേഹം ഉപേക്ഷിക്കാനാണ് എത്തിയതെന്നാണ് ഇവർ ആദ്യം നാട്ടുകാരോട് പറഞ്ഞത്. പ്രദേശവാസികൾ ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് വെട്ടിനുറുക്കിയ മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് അമ്മയെയും മകളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സുരക്ഷ ഉറപ്പാക്കിയുള്ള സമാധാന ധാരണ ഉണ്ടാകണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് മാക്രോൺ നിലപാട് വ്യക്തമാക്കിയത്. ഉക്രൈനിൽ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള ബാധ്യത യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്വമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഉക്രൈൻ യുദ്ധത്തിന്റെ 3-ാം വാർഷികമായി ഇന്നലെയാണ് മാക്രോണും ട്രംപും കൂടിക്കാഴ്ച നടത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളും ജസ്റ്റിൻ ട്രൂഡോയും ഇന്നലെ കീവിലെത്തി ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ പൊതുബോധം സ്ത്രീവിരുദ്ധമാകാൻ കാരണം മതഗ്രന്ഥമായ ഖുറാനാണെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു. ഖുറാൻ അനുസരിച്ച് സ്ത്രീക്ക് സ്വന്തമായി അസ്തിത്വമില്ല. മുസ്ലിം മതപണ്ഡിതർ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ പുരോഗമനവാദികൾ പ്രതികരിച്ചില്ലെന്നും വിമർശനം. ഇസ്ലാം മതപണ്ഡിതരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എല്ലാ കാലത്തും സമൂഹം അവഗണിക്കാറാണ് പതിവ്. ആണും പെണ്ണും ഇടകലർന്ന് വ്യായാമം ചെയ്യരുത്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തെരുവിലിറങ്ങാൻ പാടില്ല. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കരുത്. സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നത് സമൂഹത്തിൽ അക്രമവും നാശവും ഉണ്ടാക്കും. ഇതൊക്കെയാണ് മതപണ്ഡിതരുടെ ലിംഗതുല്യതയിലെ അസഹിഷ്ണുതകൾ. എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. മുസ്ലിം പൊതുബോധം എന്തുകൊണ്ടാണ് ഈ സ്ത്രീ വിരുദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയാണ്. ഖുറാൻ അനുസരിച്ച് സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വമില്ല. സെമിറ്റിക് മതങ്ങൾ അടിസ്ഥാനപരമായി സ്ത്രീ വിരുദ്ധ മതങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം സ്ത്രീയെ പുരുഷന്റെ വാരിയലിൽ നിന്നും സൃഷ്ടിച്ചു എന്നാണ് സൃഷ്ടിയെക്കുറിച്ച് തന്നെയുള്ള അവരുടെ സങ്കല്പം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീക്ക് പൂർണ്ണതയില്ല, സ്ത്രീ പുരുഷനോടൊപ്പം നിൽക്കേണ്ടവളാണ്, പുരുഷനില്ലാതെ സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീക്ക് സ്വന്തമായ അസ്തിത്വമില്ല. ഇത്തരം സങ്കല്പങ്ങൾ എല്ലാ സെമിറ്റിക് മതങ്ങളുടെയും പൊതു സ്വഭാവമാണ്. പരസ്യമായി സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ഇസ്ലാം മത പണ്ഡിതർക്കെതിരെ ഒരക്ഷരമുരിയാടാൻ കപട പുരോഗമനവാദികൾ തയ്യാറല്ല. സ്ത്രീക്ക് സംരക്ഷണം നൽകണമെന്ന് പറയുന്ന മനുസ്മൃതിയെ വിമർശിക്കാനാണ് ഇത്തരക്കാരുടെ നീക്കം. മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരം മത പണ്ഡിതന്മാരുടെ ഈ കാലത്തിന് നിരക്കാത്ത വാക്കുകൾക്കെതിരെ പ്രതികരിച്ചോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ മുസ്ലിം പൊതുബോധം
ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്ന് പറയുന്ന മനുസ്മൃതിയെ വിമർശിക്കാൻ നമ്മളുടെ പുരോഗമന മന്യന്മാരെല്ലാം മുന്നിൽ നിൽക്കും. എവിടെയാണോ സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ദേവതകന്മാർ സാന്നിധ്യമരുളുന്നു എന്ന് പറയുന്ന മനുസ്മൃതിയാണ്. നിരവധി മന്ത്രങ്ങളുടെ മന്ത്രദ്രഷ്ടാക്കളാണ് സ്ത്രീകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുറാനിലെ ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ പൈതൃകം സ്ത്രീയിൽ പോകുമോ? നവോത്ഥാന സമൂഹത്തിലിരുന്നു കൊണ്ടുള്ള മുസ്ലിം മതപണ്ഡിതരുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ എവിടെയും വിമർശിക്കപ്പെടുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് മനഃപൂർവ്വമാകുന്നതിലാണ് പ്രശ്നം. ജനം, കോഴിക്കോട്. പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണാധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല മൂവാറ്റുപുഴ മാറാടിയിലെ പൈതൃക് ഭവനിൽ നടന്നു. നാട്യവേദ സംഹിതയെ മുൻനിർത്തിയുള്ള ഗവേഷണ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനമാണ് പൈതൃക് ശില്പശാല മുന്നോട്ട് വച്ചത്. ശില്പശാല ഡോക്ടർ CP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃക് ഭവൻ അഡ്മിനിസ്ട്രേറ്റർ മോഹനൻ മേത്തല അധ്യക്ഷത വഹിച്ചു. പൈതൃക് ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ മേഘ ജോബി, പരമഭട്ടാര കേന്ദ്രീയ വിദ്യാലയ അധ്യാപകരായ ശ്രീരേഖ, രാധാകൃഷ്ണൻ, രവികുമാർ നാട്യാലയ എന്നിവർ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. നാട്യ പൈതൃക വിജ്ഞാന വൈഭവ് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.